പിറ്റേ ദിവസം ജൂൺ 24-ാം തീയതി 5 മണിയായപ്പോൾ എൻ്റെ വീഡിയോ കാണാനില്ല. അപ്പം ഇന്ന് എൻ്റെ ജോലി കിട്ടി. ജോലിയൊന്നുമില്ല, ഞാൻ രാവിലെ പറഞ്ഞില്ല അടുക്കളയിൽ ഒരുമിച്ച് കൂടി. നമ്മുടെ വീഡിയോയിൽ ഞാൻ വേറെ ഒറ്റ വിശേഷങ്ങളും പങ്കുവെക്കണല്ലോ, ഞാൻ എൻ്റെതായ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പുറത്ത് കഴിഞ്ഞോട്ടെ ഈ ഭാഗത്തെ ഇനി മാക്സിമം ചവറ് കൂട്ടിയിട്ടിട്ട് നമ്മളിങ്ങനെ പൊലിയാക്കുക. ചേട്ടി തന്നിട്ട് നടണം നമ്മളിവിടെ കൊള്ളിക്കുക. അപ്പം ഞാനൊരു കവർ വെച്ചിട്ട് മൂടിയിട്ട് തന്നിട്ടെന്നറിയോ എന്താണെന്നറിയില്ല. ഇതുകൊണ്ട് മാത്രം എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അയ്യോട്ടാ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലത്തെ വിശേഷങ്ങളൊക്കെ പറയണേക്കാളും മുന്നേ ഞാൻ ഇന്നലെ നമ്മുടെ വീഡിയോയ്ക്ക് സംഭവിച്ചൊരു കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതായത് നമ്മുടെ യൂട്യൂബിൽ ചില റൂൾസുകളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ പേഴ്സണലായ ചില സ്കാനിങ് റിപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ജൂൺ 23-ാം തീയതി 5 മണിക്കാണ് നമ്മുടെ വീഡിയോ ഇട്ടത്. പിറ്റേ ദിവസം ജൂൺ 24-ാം തീയതി 5 മണിയായപ്പോൾ എൻ്റെ വീഡിയോ കാണാനില്ല. അപ്പോൾ നോക്കിയപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു, നമ്മുടെ ചാനലിലത്തെ വീഡിയോ ആരോ റിപ്പോർട്ട് അടിച്ച് പോയിരിക്കുന്നു. അപ്പോൾ അതായത് ആരെങ്കിലും റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ അത് റിമൂവ് ചെയ്യും. അപ്പോൾ ശരിക്കും ഞാൻ ആദ്യം വിചാരിച്ചത് നമുക്ക് കോപ്പിറൈറ്റ് വരാറുണ്ട്. അതെങ്ങനെ കോപ്പിറൈറ്റ് വരാമെന്ന് വെച്ചാൽ നമ്മൾ കല്യാണത്തിനൊക്കെ ഓരോ വീഡിയോകൾ പിടിക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ മ്യൂസിക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയാണ് നമുക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുള്ളത്. ഞാൻ ആദ്യം കണ്ടപ്പോൾ അങ്ങനെ കോപ്പിറൈറ്റ് ആവുമെന്നാണ് വിചാരിച്ചത്. പിന്നീടാണ് മനസ്സിലായത് ഇങ്ങനെ ആരോ റിപ്പോർട്ട് അടിച്ചിട്ടാണ് നമ്മുടെ ചാനലിലത്തെ വീഡിയോ പോയെന്നുള്ളത്. അപ്പോൾ പിന്നെ ഇവിടെ മക്കൾ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ട് പെട്ടെന്ന് ആകെ വിഷമം സങ്കടമൊക്കെ കൂടി ഒരുമിച്ച് വന്നു. എന്നിട്ട് പിന്നെ മക്കൾ വന്നപ്പോൾ പിന്നെ ഞാനായാലും നമ്മുടെ വീഡിയോയിൽ ഞാൻ വേറെ ഒറ്റ വിശേഷങ്ങളും പങ്കുവെക്കണില്ലല്ലോ, ഞാൻ എൻ്റെതായ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പുറത്തത്തെ ഒറ്റ കാര്യങ്ങളൊന്നും പറയണില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ റിപ്പോർട്ട് അടിച്ച് പോയെന്നുള്ള ഒരു ടെൻഷനൊക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നെ മക്കൾ വന്നപ്പോൾ ാണ് അവർ പറഞ്ഞത് ചിലപ്പോൾ ഒരു പക്ഷേ സ്കാനിങ് റിപ്പോർട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പേരിലായിരിക്കും ആരെങ്കിലും റിപ്പോർട്ട് അടിച്ചിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ഒരു ഭാഗം റിമൂവ് ചെയ്തിട്ട് നമുക്ക് യൂട്യൂബിന് വീണ്ടും റിവ്യൂ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മൾ യൂട്യൂബിൽ തന്നെ റിവ്യൂ ചെയ്യാൻ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ സാധാരണ അങ്ങനെ റിവ്യൂ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ദിവസമാണ് വരിക. പക്ഷേ ഇതെന്തോ 23-ാം തീയതി 5 മണിക്ക് നമ്മൾ വീഡിയോ ഇട്ട് 24-ാം തീയതി 5 മണിക്കാണ് നമ്മുടെ വീഡിയോ പോണേ. അപ്പോൾ 26-ാം തീയതി രാവിലെ 9 മണിക്ക് നമ്മളാണ് യൂട്യൂബിന് റിവ്യൂ ചെയ്യാൻ കൊടുത്തത്. പക്ഷേ എന്തോ നമ്മുടെ ഭാഗ്യത്തിന് 2 മണിയാകുമ്പോഴേക്കും നമ്മുടെ വീഡിയോ നമുക്ക് തിരിച്ച് കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ ഇത്ര നാളും അതായത് ഒരു 54,000 പേര് നമ്മളന്ന് വീഡിയോ ഇട്ടതിന് ശേഷം കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ആകുമ്പോഴേക്കും. അവരൊക്കെ എൻ്റെ സ്കാനിങ് റിപ്പോർട്ട് കണ്ടിട്ടുണ്ടാവും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിട്ടുള്ളവരൊക്കെ ആർക്കും, അതായത് ഒരു ദിവസം ഇല്ലാതെ ഇരുന്നു തൊട്ട് നമ്മുടെ വീഡിയോ ചാനലിൽ ഇനി ഇവിടെ നിന്ന് കാണുന്ന ആർക്കും നമ്മുടെ സ്കാനിങ് റിപ്പോർട്ട് അതിൽ കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇനിയും ഇങ്ങനെ എനിക്കാണെങ്കിലോ നമുക്ക് വീഡിയോ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇട്ട് അത് തുറക്കില്ല, അപ്പോഴേക്കും നമുക്ക് ഡിസ്ലൈക്ക് വന്നിട്ടുണ്ട്. ഒരു 50 ഡിസ്ലൈക്ക് പെട്ടെന്നാണ് വരിക. എന്താളും കൂടി ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല, അപ്പോഴേക്കും വരും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇത് നിൽക്കണ കാരണം ഇനി എപ്പോഴെങ്കിലും ആരെങ്കിലും റിപ്പോർട്ട് അടിച്ച് എൻ്റെ ചാനൽ തന്നെ പോകാനിടയായിട്ടുണ്ടെങ്കിൽ എൻ്റെ പിന്നീട് വീഡിയോ എൻ്റെ വരിക യൂണിക് ഫാമിലി 2.0-ലായിരിക്കും. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ യൂണിക് ഫാമിലി 2.0 എന്ന് പറഞ്ഞ ചാനലൊന്ന് സബ് ചെയ്തിട്ടുള്ളൂ. കാരണം എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇനി അതിലായിരിക്കും കേട്ടോ. അപ്പോൾ വിഷമമാണ്, കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ റിപ്പോർട്ട് അടിക്കണേ. കാരണം ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് എൻ്റെ പേഴ്സണലായ കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ കൃഷി, എൻ്റെ പെറ്റ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവുക എന്നുള്ളതും അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യമാണ് എനിക്ക് എല്ലാവരോടും പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോയിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇന്നേ തെങ്ങ് കയറാനായിട്ട് ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ എന്തായാലും എൻ്റെ അടുക്കളയിലത്തെ പണികളൊക്കെ ഒന്ന് വേഗം തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ ഇവിടെ മോൻ്റെ ഫ്രണ്ട്സ് കളി കാണാനൊക്കെ വന്നിട്ട് അവരിവിടെ ഉണ്ട്. അപ്പോൾ രാവിലെ അവർക്ക് മുട്ടക്കറിയും വെള്ളയപ്പമാണ് ആക്കാൻ റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ ഇതാ മുട്ട തോട് പൊളിക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ഗ്രേവി കൂടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇന്നലെ വെച്ചിട്ടുള്ള കറിയുടെയൊക്കെ ബാക്കിയുണ്ട്. ചാളക്കറി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കുറച്ചിരിക്കുന്നുണ്ട്. പിന്നെ ബീഫ് വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം കുട്ടികൾ കഴിക്കാനുള്ള കാരണേ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എനിക്ക് ഒരു മുട്ട റോസ്റ്റും പിന്നെ വെള്ളപ്പം തന്നെ ഉണ്ടാക്കേണ്ട വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നേരെ നമുക്ക് പിന്നെ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങോട്ട് പെട്ടെന്ന് കയറണ്ടല്ലോ. ബീഫ് ഞാനിതാ ചൂടാക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ബീഫ് കറി കുറച്ചുള്ളൂ. അപ്പോൾ അവർ കുട്ടികളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്താണ്ട് കഴിച്ചോളൂ.
ഒന്ന് നന്നായി ചൂടായിക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാന്ന് വെച്ചു ബീഫിനെ. ഇന്നലെ നല്ല ഗ്രേവി രൂപത്തിലാണ് വെച്ചതേ, കാരണം ഇന്നലെ രാത്രി പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് ഇതൊക്കെ നന്നായിട്ട് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം. പിന്നെ ഇതാ നമ്മുടെ മുട്ടയുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കണം കേട്ടോ. മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മീൻ കറി ആയാലും കുറച്ചെന്നെ ഉള്ളൂട്ടോ ചട്ടിയിൽ, കണ്ടോ ഇന്നലെ വെച്ചതിൻ്റെ ഒരു ബാക്കി ഉണ്ടായിരുന്നതാണ്. പിന്നെ വെള്ളയപ്പം. അപ്പോൾ പണികളൊക്കെ ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടാ. കുട്ടികളൊന്നും ഏറ്റിട്ടില്ല, കാരണം അവർ കളിയൊക്കെ കഴിഞ്ഞ് നേരെ വൈകിട്ടാണ് കിടന്നിട്ടുള്ളത്. അപ്പം ഞാനിതെല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർ കഴിക്കുന്ന നേരത്തെ എടുത്തു കൊടുക്കല്ലേ വേണ്ടോ. നമുക്ക് പറമ്പിൽ പോവാം. ഇന്ന് പറമ്പിലേ ചേട്ടാ അവിടുത്തെ പറമ്പിൽ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ അന്ന് പറഞ്ഞില്ലേ നമ്മുടെ പറമ്പിൻ്റെ തൊട്ട് ഒരു വേറെ പറമ്പ് കിടക്കുന്നുണ്ട്, അതിൽ കുറേ കാട് പോലെ വളർന്നിട്ട് നമ്മുടെ ഈ പറമ്പിലേക്ക് ആവണ കാര്യം. അപ്പോൾ അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു അണ്ണനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം അങ്ങോട്ട് പോയി നോക്കാം. ഇനി വെള്ളം കൊണ്ട് പോകണം അവർക്ക്. ഞാൻ ഒരു കാര്യം കൂടി കാണിച്ചു തരാം കേട്ടാ. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ചാമ്പക്കായ ഉപ്പിട്ടില്ലേ ഇതേ കേട്ടോ. അപ്പം ഞാനൊരു കവർ വെച്ചിട്ട് മൂടിയിട്ട് എന്നിട്ടാണെന്നറിയോ, എന്താണെന്നറിയില്ല, ഇതുകൊണ്ട് മാത്രം ഇങ്ങനെ അടച്ച് വയ്ക്കുമ്പോൾ തന്നെ ഈ മൂടി ഇങ്ങനെ മുകളിലിങ്ങനെ എന്താ പറയുക പൊന്തി വരിക. അപ്പോൾ പൊടിച്ചിക്ക് വീഴുമല്ലോ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു കവർ ഇട്ടിട്ട് റബ്ബർ സ്റ്റാൻഡ് ഇട്ടിട്ടാണ് ഇത് വെക്കണേ. അപ്പോൾ നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ചാമ്പക്കായ്ക്ക് എന്താ ചെയ്യാമെന്ന് ചോദിച്ചിട്ട്. ചാമ്പക്കായ ഭയങ്കര ടേസ്റ്റാണ്. അതെങ്ങനെ, നമ്മളിപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഉപ്പിലിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആ നേരം ആകുമ്പോഴേക്കും ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇതിലേ നമ്മൾ കഴിഞ്ഞ ദിവസം പൊട്ടിച്ചു കൊടുന്ന മുളക് കാട്ടിയരാട്ടാ ടീസ്പൂൺ എടുക്കട്ടെ. ഈ മുളകാണ് ഞാൻ അരിഞ്ഞിട്ടത്. പൊന്നി എന്തോരം എരിവാന്നറിയോ. ഞാൻ സാധാരണ നമ്മുടെ വെള്ളച്ചൂനില്ലേ അതാട്ടിടാറ്. ഈ പ്രാവശ്യം എനിക്ക് തോന്നി ഈ ഒരു മുളകിടാന്ന്. ആകെ 2 മുളക് അരിഞ്ഞിട്ടുള്ളൂ. ഇതിപ്പോൾ എന്നിട്ടാണെങ്കിൽ ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം. ഞാൻ പറഞ്ഞില്ല അനിയൻ്റെ മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ അവനൊന്നും കൊടുത്തയക്കാൻ പറ്റില്ലാന്നേ. ഈ ചാമ്പക്കായ എടുത്ത് കടിക്കുമ്പോഴേ നമുക്ക് തരിക കയറണ പോലെ എരിവുണ്ട്. പതുക്കെ ആസ്വദിച്ച് കഴിക്കണം. മറ്റേത് നമുക്ക് അങ്ങനെയല്ലേ, ചാമ്പക്കായ എടുത്ത് പറഞ്ഞാൽ അങ്ങനെ തന്നെ വായിലിടാം. കാര്യം ഒരു കുരുവൊന്നുമില്ലാതെ ചാമ്പക്കായല്ലേ. അപ്പം അങ്ങനെ നോക്കിയാൽ എന്തൊരു ഭംഗിയാണെന്നറിയോ ചാമ്പക്കായ ഉപ്പിട്ട് കാണാൻ തന്നെ. കണ്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം ഇപ്പോൾ ഊണൊക്കെ കഴിക്കുമ്പോഴേ ഒരു ചാമ്പക്കായി അതിനൊരു തുണ്ട് ചാറൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിട്ടാ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ അങ്ങനെയാണ് ചെയ്യണേ. നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കും, അതേപോലെ ബാക്കിയുള്ളത് ഇങ്ങനെ കുട്ടികളുടെ വീട്ടിലേക്കൊക്കെ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഈ ഒരു മുളക് ഇടരിക്കോട്ടെ, ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയത് ഈ ഒരു മുളക്. പക്ഷേ പറ്റില്ല, എന്ന് വെച്ചാൽ അത്ര ശ്രദ്ധിച്ച് കഴിക്കണം. കുട്ടികൾക്കും തീരെ കൊടുക്കാൻ പറ്റില്ല ഈ മുളക് ഇട്ടിട്ട് നമ്മളിങ്ങനെ ഉപ്പിലിട്ടുണ്ടെങ്കിൽ. ഞാനല്ലെങ്കിൽ ഇവിടെ വില കുട്ടികളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഉപ്പിലിട്ട് നോക്കി എന്തെങ്കിലുണ്ടെങ്കിൽ എടുത്ത് കൊടുക്കുകയും, പക്ഷെ ഇത് കൊടുക്കാൻ പറ്റില്ല. ഇത് നമുക്ക് വലിയവർക്ക് തന്നെ സൂക്ഷിച്ച് പതുക്കെ കഴിക്കാനേ പറ്റുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യാം, റബ്ബർ സ്റ്റാൻഡ് ഇട്ട് തുണിയൊക്കെ വെച്ചിട്ട് കെട്ടാന്ന് വെച്ചു. പക്ഷെ കുട്ടികൾക്ക് കഴിക്കാൻ വരുമ്പോൾ അവർ കഷാമൊന്നും കിട്ടില്ല. തുണി അതേ വൃത്തിയിൽ വെക്കൽ കവറാകുമ്പോൾ പിന്നെ അവർ അതിൻ്റെ മുകളിൽ വെറുതെ വെച്ച് ഇതിങ്ങനെ മൂടി വെച്ചിട്ട് എന്താ പറയുക എടുത്ത് കഴിച്ചോളും. എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് വെച്ചോളും. ഇനിയിപ്പോൾ നമുക്ക് ആ പറമ്പിലേക്ക് പോവാം. ഞാൻ പറമ്പിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും നോക്കി നമ്മുടെ പേളിക്കുട്ടി ഓടിപ്പോയിട്ട് നിൽക്കുന്നത്. നേരത്തെ ഓടും, എൻ്റെക്കാളും മുന്നേ അവിടെ നിന്നിട്ട് നോക്കും ഞാൻ വരുന്നുണ്ടോ എന്ന്. ഇതാണ് അവളുടെ സ്വഭാവം. അപ്പം ഞാനേ നമ്മുടെ പറമ്പിലേക്ക് എത്തി. അണ്ണനുള്ള കുപ്പിവെള്ളം എടുത്തിട്ടുണ്ട്, ഷായേട്ടനുള്ള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കൊട്ട എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാലോ പണ്ടത്തെ പോലെ അല്ല, നമുക്ക് പറമ്പിൽ വന്നു കഴിഞ്ഞാൽ കുറേ പച്ചക്കറികളൊന്നും പൊട്ടിക്കാനുണ്ടാവില്ല ഈ ഒരു മഴയുടെ ഈ സമയത്ത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കി പൊട്ടിക്കാൻ വെച്ചിട്ട് കൊട്ട എടുത്ത് പിടിച്ചു കൂട്ടാ. അപ്പോൾ ഇത് അണ്ണനും ഷായേട്ടൻ്റെ അടുത്തേക്ക് പോവാം നമുക്ക്. അണ്ണന് ആദ്യം വെള്ളം കൊടുക്കാം. ഇവിടേക്ക് നമ്മൾ മുളകിൻ്റെ തൈകൾ തട്ട് കൊടുത്തിട്ട് ഇവിടെ വലുതായി വരുമ്പോൾ ശരിക്കും കാണുള്ളൂ. അണ്ണാ എന്താ 3 ദിവസം എടുത്തു. അതെ ഒരു ദിവസം കൂടി ഉണ്ട്. അതെ ഫോൺ ഞാൻ കൊണ്ടുപോണേ. കുത്തിവെക്കണ കുത്തണ്ട, അവിടെ കൊണ്ടുവച്ചാൽ മതി അല്ലേ. ആ അപ്പോൾ നമ്മുടെ അണ്ണൻ്റെ ഫോൺ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം പറയാ. ഇവിടെ മഴ വരുന്നുണ്ടേ, ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകാട്ടാ.
നനക്കില്ലേ? ആ കൊണ്ടോ. അപ്പൊ കണ്ടോ, ഞാൻ കഴിഞ്ഞ വട്ടം കാണിച്ചില്ല ഇവിടെ കാട്. ഇതേപോലെ അപ്പുറത്ത് അണ്ണാ ശ്രദ്ധിച്ചോളൂട്ടാ, ചാലില് വെള്ളമുണ്ട്, ശ്രദ്ധിച്ചു നിന്നോളോ. അതന്നെ നമ്മള് കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ അണ്ണനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓ അയ്യോ, ശ്രദ്ധിച്ചോളോ. അപ്പൊ അണ്ണനോട് കാലുമ്പോ ഷായേട്ടനൊക്കെ ഇടുന്ന ആ ബൂട്ട് പോലത്തെ തരാന്ന് പറഞ്ഞു. അപ്പൊ അണ്ണൻ പറഞ്ഞു എനിക്കത് വേണ്ട, എനിക്കത് പറ്റില്ല, എനിക്ക് ഇങ്ങനെ മതിന്ന്. അപ്പൊ അങ്ങനെ അണ്ണൻ വേറെ സ്ഥലത്തേക്ക് പണിക്കല്ലേ. പുത്തൂര്. പെങ്ങളുടെ അടുത്തേക്ക് വിളിക്കണ്ടല്ലോ പ്രീതി. അതെല്ലേ. പണി ഉണ്ടെങ്കിൽ വിളിക്കണല്ലോ. അണ്ണന് നമ്മള് വിളിക്കല് കുറവാണ്. അപ്പൊ അണ്ണൻ പറയാ വിളിച്ചില്ലല്ലോന്ന്. അപ്പൊ പ്രീതി അപ്പളേ നമ്മളെന്താന്നറിയോ, ഇവിടത്തെ ഈ കാട് കൂടുതലും വൃത്തിയാക്കണത്. എന്തേലും ജന്തുക്കൾ ഉണ്ടെങ്കിൽ അതുമ്പോ കൂടെ കയറി ഇങ്ങോട്ട് കിടക്കുകയും ചെയ്യല്ലോ അണ്ണാ. ഇങ്ങനെ ഇതൊക്കെ മുട്ടിയിട്ടല്ല കിടന്നിരുന്ന. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചില്ലേ, നാളികേരം അങ്ങോട്ട് വീണിട്ടുണ്ട് അല്ലേ. അപ്പൊ നോക്കിയാൽ നമ്മുടെ പാഷൻ ഫ്രൂട്ടൊക്കെ ഇതിനോട് ചേർന്നിട്ട് നിൽക്കണേ, കാട്ടിയരാട്ടാ. പിന്നെ വന്നിട്ടില്ല. അണ്ണനോടെ നമുക്ക് തെങ്ങ് കയറണ കുമാർ ഇന്ന് ഇങ്ങോട്ട് വരുന്നു പണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. ഇതുവരെ എത്തിയിട്ടില്ല, അത് എത്തിയോന്നാ ചോദിക്കണ അണ്ണൻ. അപ്പൊ നോക്കിയാൽ നമ്മുടെ കുക്കമ്പർ കയറണണ്ട, ഇങ്ങനെ പിടിച്ച് കയറി കിട്ടിയാൽ കിട്ടുന്നു തോന്നണു നമുക്ക്. നല്ല ഉഷാറിലൊക്കെ വന്നിട്ടുണ്ട്. മഴയെ നമുക്കൊന്നും നന്നാവില്ല കേട്ടോ നമ്മുടെ പറമ്പിലേ. ഇതേ ഇപ്പൊ ചീരയ്ക്ക് നിൽക്കി നോക്കിയേ, കണ്ടോ, ഇതേപോലെ വരും മഴക്കാലം വന്നാൽ ചീരയ്ക്കൊക്കെ ഇങ്ങനെ പുഴുക്കടി അങ്ങനെയുള്ള കേടുകളൊക്കെ ഈ മഴക്കാലത്ത് ഇങ്ങനെ വരും. അപ്പൊ നമ്മൾ മഴക്കാലത്ത് നടാവുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്ത് പോണത്. വെണ്ടയ്ക്ക് ഇപ്പൊ ഒന്ന് വേര് പിടിച്ച് കിട്ടിയ വെണ്ടയ്ക്കും പൊന്തും, അതുപോലെ വഴുതിനങ്ങയ്ക്കും. നോക്കിയേ, നമ്മുടെ നല്ലൊരു വഴുതിനിങ്ങ കടയിലായിരുന്നത്, വെള്ള വഴുതിനിങ്ങ കണ്ടോ, കടവാടി. ഇതേ ഇപ്പുറത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണെന്നൊന്നും ഒരു ഉറപ്പില്ല. പിന്നെ നോക്കിയേ, പാഷൻ ഫ്രൂട്ട് നിറച്ച് കായ ഉണ്ടായിട്ടാ. ഇതേ കണ്ടോ, നിറച്ച് കായാണ്, എല്ലാം നിറച്ച് നായി വരുന്നുണ്ട്. അപ്പം ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ 4 സൈഡ് ഇതേപോലെ പൂവും കായ ആയിട്ടുണ്ട്. കണ്ടോ, ഓരോ എക്കിലിങ്ങനെ ഉണ്ടായി തുടങ്ങി കഴിഞ്ഞാൽ. അപ്പം നോക്കിയേ, ഈ പാഷൻ ഫ്രൂട്ട് നമ്മുടെ ഈ പന്തൽ നിൽക്കണത് കണ്ടോ, ഇവിടേക്ക് കണ്ടോ നിറച്ച് പാഷൻ ഫ്രൂട്ട് നിൽക്കണുണ്ടോ, കണ്ടോ, ഉണ്ടായി തുടങ്ങി ഇങ്ങനെയാട്ടോ, നിറയെ ഉണ്ടാവും. 4 സൈഡ് ഇതേപോലെ ഉണ്ടായിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇങ്ങനെയാണെങ്കിൽ ഈ പാഷൻ ഫ്രൂട്ടുമിക്ക് ഇവിടെ കാട് പോലെയായിരുന്നു, പണ്ണം വൃത്തിയാക്കിയതാ. ഇതിങ്ങനെ മുട്ടി നിൽക്കുകയാണേ. അപ്പം ആ പടരുന്ന സാധനങ്ങൾ ഇത് മിക്ക പടരും. അപ്പോൾ ഒറ്റടിക്ക് ഇത് നശിക്കുമല്ലോ. അപ്പം അതാണ് നമ്മൾ അത്രയും ധൃതി പിടിച്ച് വേഗം അണ്ണനെ വിളിച്ച് ഇപ്പോൾ ഇതൊക്കെ ചെയ്യിച്ചത്. പിന്നെ ഷായേട്ടൻ അവിടെ പണിയുണ്ട്. മഴ തുള്ളി തുടങ്ങി. അണ്ണനോ ഷായേട്ടനെ ഇപ്പോൾ കയറിക്കേണ്ടി വരുന്നത്. ഷായേട്ടൻ നോക്കിയേ, നമുക്ക് ഷായേൻ്റെ അടുത്തേക്ക് പോവാം. ഷായേട്ടൻ എന്താ മഴ പെയ്ത് തുടങ്ങിയല്ലോ. അതെ, വെള്ളം മഴ പെയ്ത് തുടങ്ങി. അണ്ണൻ്റെ പണിയും ചുറ്റും ഷായേട്ടൻ്റെ പണിയും ചുറ്റും. അതാണ് ഇപ്പോൾ കുഴപ്പം. വരുമ്പോ ഉണ്ടായിരുന്നില്ലേ അങ്ങനെ ചവറ് പോയിനെ. മാക്സിമം ചവറ് കൂട്ടിയിട്ടിട്ട് നമ്മളിങ്ങനെ പൊലിയാക്കുക. ഷായിട്ട് തന്നിട്ട് നടണം നമ്മളിവിടെ കൊള്ളിക്കുക, പൊലി കൂട്ടണത്. കൊള്ളിനെ പറ്റുള്ളൂ അല്ലേ. ഈ ഒരു വരി കൊള്ളിയാണ്. കൊള്ളികൾ അതൊക്കെ നമുക്ക് പറിക്കാറായിട്ട്. പിന്നെ ഈ ചീര ഇത് ഇനി കളയാലോ ഷായിട്ടാ. മഴ പെയ്തല്ലോ, ഞാൻ പോട്ടെ എന്നാ വീട്ടിയെ. ഒന്നും നടക്കില്ല അല്ലേ, മഴ പെയ്ത് തുടങ്ങിയാ. അത് കുഴപ്പം. ഞാൻ നമ്മുടെ ഇത്തിരി കൊത്തമ്പരി മുളകിന്റെ ഒക്കെ ഉണ്ട്, അതൊക്കെ പൊട്ടിക്കാൻ വൈദ്യുതി പൊട്ടിക്കാന്ന് വെച്ചിട്ടാ, നടക്കില്ല. ഞാൻ പോവാം, കൊട എടുത്തിട്ടില്ലാന്നേ. അപ്പൊ ഇന്ന് എന്റെ ജോലി കിട്ടി. ജോലിയൊന്നുമില്ല. ഞാൻ രാവിലെ പറഞ്ഞില്ല, അടുക്കളയിൽ നിൽക്കുമ്പോ നമുക്ക് തെങ്ങ് കയറാൻ വരുന്നുള്ളത്. നമ്മളിപ്പോ ദിവസം എല്ലാ കാര്യങ്ങളും ചെയ്യണ പോലെയല്ലല്ലോ. തെങ്ങ് കയറാൻ വരുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത തന്നെയാണ്. എല്ലാം കൊണ്ടും പണി കൂടുതലുള്ള ദിവസം. എന്താ പറയുക, തെങ്ങ് കയറാൻ വന്നാൽ ഞാൻ അവിടെ പറയും ഇന്ന് എൻ്റെ ജോലി കിട്ടിയെന്ന്. കാരണം വല്ല 3 മാസമോ 6 മാസം കൂടുമ്പോഴാണ് നമ്മുടെ തെങ്ങ് കയറാൻ വേണ്ടിയിട്ട് വരിക. അപ്പം ഇന്ന് അതേപോലെ തന്നെ തെങ്ങ് കയറാൻ വന്നിട്ടുണ്ട്. ഇന്ന് നല്ല പണിയാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ അവിടെ തന്നെ തുടങ്ങാം നമുക്ക്. നമ്മുടെ കുമാർ തെങ്ങ് കയറാൻ വന്നു. അവിടുത്തെ തെങ്ങ് കയറി വന്നു കേട്ടോ. അപ്പോഴേക്ക് ഞാൻ ചട്ടികൾ മാറ്റി കൊടുക്കാന്ന് വെച്ചിട്ടാ. അപ്പം നോക്കിയതിനേക്കാളും മുന്നേ നോക്കിയാൽ നമ്മുടെ കണ്ടോ
ചാമ്പയമത്തെ പൂ കൊഴിഞ്ഞു തുടങ്ങി. എന്ത് ഭംഗിയാന്നറിയോ കാണാനായിട്ട്. അയ്യേ നല്ല ഭംഗിയായി ചാമ്പയമത്തെ പൂവ്. ഇതൊരു ആപ്പിൾ ചാമ്പ പോലത്തെ ആയിട്ടാ. നല്ല വലിപ്പമുള്ള ആപ്പിളിന്റെ അത്ര വലിപ്പം വരും ഈ ചാമ്പ. ഇപ്പൊ അതിന് നമുക്കിത് പൊട്ടിക്കാൻ കിട്ടില്ല, കുറച്ച് കുറവാണ്. ഈ കാര്യം ഇതുമ്മേ ചാമ്പക്കായ ആയി തുടങ്ങുമ്പോഴേക്കും നമ്മുടെ സ്ഥിരം ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ അണ്ണാനൊക്കെ അവർ തിന്നു തുടങ്ങും. അപ്പൊ ഇതൊക്കെ മാറ്റി കൊടുക്കട്ടെ. അതെങ്ങനെ ചുറ്റുള്ളത് മാറ്റണേ. കുമാർ ഇങ്ങോട്ട് നീക്കിയാൽ മതി. എവിടേക്ക്? ഒരു നാളികരം വീണിട്ട് ഈ ചട്ടി പൊട്ടിയ. ഏ ഏ ആ ആ ആ അതെ, നമ്മുടെ കുമാർ അവിടുത്തെ തെങ്ങ് കയറുന്നതിന്റെ ഇടയില് അടിയിൽ പൈപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അവൻ പൈപ്പുമ്മിക്ക് വീഴണ്ടെന്ന് വെച്ചിട്ട് കൊലേനെ ഇങ്ങനെ വെട്ടിയതാ. പക്ഷെ പെട്ടെന്ന് അവൻ്റെ 2 വിരലും ഇടയിൽ വന്ന് ഞാൻ ആ കൈമ എന്താ പറയാ തുണിയൊക്കെ വെച്ച് കെട്ടി കൊടുത്തുവിട്ടാ. 2 വിരലും പരിക്ക് പറ്റി. ഒന്ന് കാട്ടി കൊടുത്ത് കുമാറെ ഉണ്ടോ. ഇപ്പൊ ഇതൊക്കെ ഞാൻ ഇടയിൽ അവനിങ്ങനെ ഓടി വന്നു, അത് കെട്ടി കൊടുത്ത് വിട്ടതാ. പിന്നെ ഇത് എത്ര നാൾ അങ്ങനെ പറ്റാറുണ്ടാ? അല്ല, ഇതേപോലെ പരിക്കുകൾ ഇങ്ങനെ ചെല്ലുമ്പോ സംഭവിക്കാറുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണോ? അയ്യോ വിഷമായി. പൈപ്പ് നോക്കിയിട്ടില്ല. ഫസ്റ്റ് കൊണ്ടിട്ടപ്പോ പൈപ്പ് നോക്കിയിട്ടില്ല. ഇപ്പൊ 2ാം കുളപ്പോ നോക്കി പൈപ്പ് പട്ടണം പോയി. അപ്പൊ ഇതിട്ട് കഴിയുമ്പോ നമുക്ക് അപ്പുറത്തെ തെങ്ങിന്റെ കടക്കലത്തെ മാറ്റി കൊടുക്കാം. നല്ല മഴ തുടങ്ങി. ഞാൻ അങ്ങോട്ട് അവസാനിപ്പിച്ചിട്ടാ. അവനാണെങ്കിൽ കുമാറാണെങ്കിൽ ആ തെങ്ങ് കയറിയിട്ട് ഇവിടേക്ക് വന്നു. അപ്പൊ പിന്നെ എന്റെ ചട്ടി എടുത്ത് വയ്ക്കല് കഴിയാത്ത കാരണം ആളവിടെ വെച്ചേ ഒന്ന് പുറത്ത് പോയിട്ട് വരാൻ കൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഗേറ്റ് കടന്നു. അപ്പൊ തെങ്ങൊക്കെ കയറി കുമാർ പോയിട്ടാ. പിന്നെ നമ്മുടെ പണികളാണ് ഇനി കിടക്കുന്നത്. അപ്പോൾ വേഗം അടുത്തൊരു മഴ വരുമ്പിക്കും. ഇപ്പം ഇടയിൽ ഇങ്ങനെ മഴ പെയ്യും. അവൻ തെങ്ങനെ കയറുമ്പോൾ നമുക്ക് ടെൻഷനായിരുന്നു. കാരണം നല്ല വഴുക്കലൊക്കെ ഉണ്ടാവില്ല തെങ്ങുമ്മേ. അപ്പം അവൻ കുഴപ്പമില്ല, ഞാൻ കയറാറുണ്ടെന്ന് പറഞ്ഞ കാരണമാണ് നമ്മൾ എന്നെ തെങ്ങ് കയറ്റിയത് കേട്ടാ. അപ്പം ഇനി അടുത്തൊരു മഴ വരുമ്പോഴേക്കും വേഗമൊക്കെ ഒന്ന് ഒതുക്കി കൊണ്ടിടട്ടെ. പട്ടകളെ ആദ്യം നമുക്ക് വെട്ടി മാറ്റാം, അത് നല്ലത്. ഇങ്ങനെ എന്തായാലും മുഴുവനോടെ പട്ട വലിച്ച് പറമ്പിലേക്ക് കൊണ്ടിടാൻ പറ്റില്ല. നമ്മൾ പറമ്പിലൊരു ചാല് കോരിയിട്ടില്ലേ, അതിലാണ് കൊണ്ടിടുന്ന പട്ട. അപ്പം അതൊക്കെ ഒന്ന് ആദ്യം വെട്ടി വെക്കട്ടെ.
അല്ലു പാവം കുട്ടിപ്പട്ടാളങ്ങളൊക്കെ അപ്പുറത്തല്ലേ, അപ്പൊ ഇപ്പുറത്തെ പണിയെടുക്കുമ്പോൾ അവിടെ വേഗം എൻ്റെ അടുത്ത് വന്നിരിക്കൂട്ടാ. അപ്പൊ പട്ടകളൊക്കെ വെട്ടി ഒതുക്കി. ഇനി നമുക്ക് 4 പറക്കി കൊണ്ടു വെച്ചിട്ട് പട്ട കൊണ്ടുവരണ്ടല്ലോ. പിന്നെ ഷായേട്ടനെ ഹെൽപ്പ് ചെയ്യേണ്ടിട്ടാണ് 4 പറക്കിടാനായിട്ട് വന്നിട്ടുണ്ട്. ചെറിയൊരു ടൈം ഗ്യാപ്പ് കിട്ടിയപ്പോൾ പുതിയ ഷായേട്ടൻ അവിടത്തേക്ക് ഷായേട്ടൻ പറക്കുന്നുണ്ട്. അമ്മ മേല് നാളികേരാടാ, നിങ്ങളും കൂടി ഞാൻ ബാക്കി വീഴൂ. ഇത് കയറല്ലേട്ടാരോ. ഹായ്, ഇതെന്താന്നല്ലേ നാളികേരം. ദാ ഇവിടെയൊക്കെ വീണ് കിടക്കുന്നുണ്ട്. 10 നാളികേരം പുതിയതിട്ടത്. അതൊക്കെ എടുത്തു കൊണ്ടുവന്ന അമ്മയുടെ കുട്ടികളെ കടിച്ചോ. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. ഒരു ചെറിയ വെള്ളത്തിന്റെ നനവൊക്കെ ഉണ്ടാവും കേട്ടാ. നമ്മളെ അല്ലുവിനെ കണ്ടിട്ടാട്ടാ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ നോക്കി അവിടെ നിക്കണത് കണ്ടോ. എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കുക. അപ്പൊ നമ്മുടെ നാളികേരം പറക്കിട്ടുണ്ട് കഴിഞ്ഞോട്ടെ ഈ ഭാഗത്തെ. ഇനി പട്ടയുടെ പണികളായിട്ടാ. വെട്ടിയിട്ട പട്ടയ്ക്ക് ഇനി ഒരു ഭാഗത്ത് കൊണ്ടുവന്നിട്ടാ ബാക്കി ഉള്ളവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അപ്പൊ എന്തുട്ട് അമ്പ്രൂസ് എൻ്റെ പിന്നാലെ കുറേ നേരമൊക്കെ ഇടന്ന് നടക്കണം. അവനിടയ്ക്ക് ഒരു ആഗ്രഹമുണ്ട്, ഇനിയിപ്പോൾ അതും കൊടുക്കണം. ഒരു സൈസ് ബിസ്ക്കറ്റ് ആട്ടോ അവന് കഴിക്കാനായിട്ട്. അപ്പൊ ഇപ്പോൾ കൊണ്ടുവരാട്ടാ. അവിടെ ഇരിക്കി വാലാട്ടി അവൻ നമ്മുടെ അടുത്ത് ഇങ്ങനെ നിൽക്കും. ചോറിനും ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ണി കണ്ട് തിന്നാനൊക്കെ ഇഷ്ടമുള്ളൂ. ഇനിയിപ്പോൾ ഇവിടുത്തെ നാളികേരാട്ടം പറക്കിയിരുന്നേ. അപ്പം അതിനേക്കാളും മുന്നേ നോക്കി നമ്മുടെ അമ്പ്രൂസും പേളിക്കുട്ടിയും ടൈസും കുട്ടനും ഇവർക്ക് ഇവിടെ ചവിട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഫാൻ ഇട്ട് കൊടുക്കും. അപ്പോൾ എന്നിട്ട് വേണ്ടേ ഇവർക്ക് ഇടയ്ക്ക് നമ്മളുടെ പിന്നാലെ ഇങ്ങനെ നടക്കും. പിന്നെ ഇടയ്ക്ക് ഒരു ആഗ്രഹമുണ്ട്, ഒരു വടി പോലത്തെ ഒരു സാധനം കേട്ടാ. അപ്പോൾ ഇവർക്ക് തിന്നാളെ ചെപ്പൊക്കെ നമ്മളിവിടെ തന്നെ എപ്പോഴും വെക്കും. നമ്മുടെ അല്ലുവിൻ്റെ ഇവരുടെ വെക്കും. അപ്പോൾ എന്നിട്ടാണെങ്കിൽ ചിക്കൻ കൊണ്ട് ഉണ്ടാക്കിയുള്ളൊരു സാധനമാണ്. ഇത് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഇരിക്കണേ. ഇതേ വലിയ ആവശ്യമൊന്നുമില്ലേ, ഒരാഗ്രഹം. അയച്ചടാ ടൈസും കൂട്ടുണ്ട്. നിർത്തിയേ ടൈസും കൂട്ടുണ്ട്. പോക്ക് നോക്കിക്കോളട്ടെ. ഇത് കിട്ടിയപ്പോ ബീഡി കുറ്റി പിടിച്ചിരിക്കണ പോലെ കണ്ടവൻ. അങ്ങടല്ലേ, ഞാൻ വിചാരിച്ച എന്താ അങ്ങട് പോണേന്ന്. ആ ചവിട്ടിയിലിരുന്ന് അവിടെ തിന്നു. 2 കൈയും കൂടി പിടിച്ചിട്ട് തിന്ന് നോക്കിയേ. എല്ലാവരും ഇതേ 3 പേരും കേട്ടോ. അതേ ക്യാമ്പ്രൂസ് കൂട്ടം നോക്കിയേ. ഇങ്ങനെയാണ് ഇവർ തിന്ന. പേളിക്കുട്ടി നോക്കിയപ്പോ കണ്ടോ. അതുപോലെ ടൈസും കൂട്ടണം. എല്ലാവരും 2 കൈ കൊണ്ട് കൂടി പിടിച്ചേ. ഇനിയിപ്പോൾ ഞാനല്ലെങ്കിൽ എനിക്കൊരു പണിയെടുക്കാൻ തോന്നുന്നില്ല. എൻ്റെ പിന്നാലിങ്ങനെ നടക്കേ. നമ്മുടെ പട്ട വെട്ടിയിട്ട് വേഗം പറമ്പിൽ കൊണ്ടിരുത്തെ. അപ്പോൾ ആ ഒരു ഭാഗം വൃത്തിയായി കിട്ടുമല്ലോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ പട്ടകളൊക്കെ കൊണ്ടുള്ള കഴിഞ്ഞു. ഇനി വീടിൻ്റെ 2 സൈഡിലുണ്ട് തെങ്ങുകൾ. ഇനി അവിടത്തെയാണ് വൃത്തിയാക്കാൻ പോണേ. ആ ഫ്രണ്ടിലത്തെ 4 പറക്കിട്ടിട്ടില്ലേ. ഒരു തെങ്ങിൻ്റെ കിടക്കിലത്തെ ഉണ്ട് കേട്ടോ. ഒരു സൈഡിലത്തെ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇത് നോക്കിയേ കണ്ടോ. നമ്മളിപ്പോൾ ഇവിടെ കൂർക്കത്തല നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടാ. കുറച്ചും കൂടി ഉണ്ട് നടാനായിട്ട്. അപ്പോൾ എന്താ പറയുക, ഇന്ന് അത് കണ്ടോ തല. ഇത് ഇന്നിപ്പോൾ നടണം ഉച്ചരിഞ്ഞിട്ടൊന്നുമല്ല. ഇപ്പോഴത്തെ നമ്മുടെ ഈ തെങ്ങിൻ്റെ കടക്കിലത്തെ ആ പണികളൊക്കെ കഴിയുമ്പോൾ വേണം ഇത് കൊണ്ടൊന്ന് വേഗം നടാനായിട്ട്. ഇനിയിപ്പോൾ ഈ നമ്മുടെ വീടിൻ്റെ ഈ സൈഡിലത്തെ തെങ്ങിൻ്റെ ഭാഗത്തും കൂടി വൃത്തിയാക്കി എടുക്കട്ടെ. പിന്നെ ഇപ്പോൾ പറമ്പിലത്തെ കണ്ടോ. ഇപ്പോൾ തെങ്ങ് കയറിയിട്ട് പട്ട് 4 എടുക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ
തിരക്ക് കൂട്ടി ഇന്ന് തന്നെ ചെയ്യില്ല കേട്ടോ. അതൊക്കെ ഞാൻ നാളെയൊക്കെ ആയിട്ട് പതുക്കെ ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു തെങ്ങിൻ്റെ കടക്കിലത്തെ നാളേരം കൂടി പറക്കി കൊണ്ടുവന്നിട്ടാ ഈ ഒരു ഭാഗം കൂടി വൃത്തിയാവൂട്ടാ. പിന്നെ നമ്മുടെ ഈ തെങ്ങിൻ്റെ കടക്കിലൊക്കെ നമ്മൾ പുല്ലാണ് വെച്ചിരുന്നത്. പക്ഷേ ഈ മഴ തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ അട്ടർ വീണിട്ടതൊക്കെ നാശമായി. പുല്ലും ടൈലും ഒക്കെ ഇങ്ങനെ അട്ടറും ഒക്കെ ആയിട്ടേ നല്ല എന്താ പറയുക, ടൈലൊക്കെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ ഒരു വട്ടയിലും കഴുകണം. അതേപോലെയാണ് വെച്ച് അവിടെ. എൻ്റെ അല്ലുമോള് കണ്ടാൽ ഞാൻ എവിടെ പണിയെടുക്കലായിട്ട് പിന്നാലെ നടക്കൂട്ടാ. ഇപ്പോൾ ബാക്കിൽ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുള്ള കാരണമാണ് പറമ്പിലേക്ക് അവൾക്ക് എൻ്റെ കൂടെ വരാൻ പറ്റാത്തത്. വീട്ടിലെ ഫ്രണ്ടിലാണെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പം ഞങ്ങളുടെ നാളെയാരൊക്കെ പറക്കിടലൊക്കെ കഴിഞ്ഞപ്പോഴേ കരിക്ക് വെട്ടാന്ന് വെച്ചു. ഇത് പിന്നെ എല്ലാ ദിവസവും അങ്ങനെ ഇല്ല കേട്ടോ. തെങ്ങാറുടെ ദിവസം ഒരു പ്രത്യേകതയുണ്ട് അന്ന്. പിന്നെ അല്ലാത്തപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ കരിക്കിടും. അതെങ്ങനെ നമുക്ക് തോട്ടുകൊണ്ട് വലിച്ച് ഇടാൻ പറ്റുന്ന ടൈം വരും. നമ്മൾ അങ്ങനെ തെങ്ങുമ്പോൾ നാളേരം മൂക്കാൻ നിർത്താലോ ഒക്കെ കരിക്കിട്ടിട്ടേ കുടിക്കാറ്. ഇപ്പോൾ പക്ഷെ തെങ്ങാറിന് ആൾ വരണേ കരിക്ക് കിട്ടണമെങ്കിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഇടിയിക്കും. പിന്നെ ഈ നാളേരത്തിന് പ്രത്യേകത കേട്ടോ. നല്ല ഭംഗിയായി നാളേരം കാണാൻ. കാട്ടോ ചേട്ടാ നല്ല ഭംഗിയാ. അപ്പൊ കണ്ടോ നല്ല ഭംഗിയാട്ടാ. അത് തിരിച്ചു പിടിക്കുമ്പോ നോക്കി നോക്കി കണ്ടോ. നമുക്ക് 3 എക്ക് പോലെയാ. അതന്നെ വെറുതെ താരത്തിന് വെക്കാം. ഷേട്ട കയ്യിൽ വെക്കും. ഷേട്ട നല്ല മനസ്സിലാവണല്ലോ. ഇരിക്കും നല്ല രസാട്ടത് കാണാനായിട്ട്. പ്രത്യേകതയുള്ള നാളേരാ. ഈ നാളേരത്തിന്റെ ഭംഗി നോക്കിയോ. അതെ ഒരെണ്ണം എടുത്തിട്ട് ഇതിപ്പോ വെട്ടി കഴിഞ്ഞ് നോക്കിയാ ഇത് നോക്കിയേ. ഈ ഭാഗം നമുക്ക് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ വെക്കുന്നതേ ഇങ്ങനെ ഇരിക്കും. പ്രത്യേകതയുള്ള നാളേര. അത് നല്ല വലിപ്പാട്ടാ. ഭയങ്കര വലിപ്പാ. അത് ഒരാൾക്ക് ശരിക്കും ഭയങ്കര വയറ് നിറയും ഇതിലത്തെ വെള്ളം കുടിച്ചാ. നിറയെ വെള്ളമുണ്ട് കണ്ടോ. കണ്ടോ നിറയെ വെള്ളമാണ്. അത് വലിപ്പുള്ള കാരണേ കണ്ടോ ഇങ്ങനെ നിറയെ വെള്ളമാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റുമാണ്. ശരിക്കും ഒരു വലിയ കപ്പിലേക്കുള്ളതുണ്ട് ശരിക്കും വെള്ളം. പിടിച്ചോ. അടുത്തത് ഞാൻ എടുത്തോണ്ട് ഒരുമിച്ച് കുടിക്കാം ചേട്ടാ. ഇത് പിന്നെ നാളേരെ വെട്ടാനും സുഖ ശരിക്കും. അത് വലിപ്പം ആദ്യം പക്ഷെ നമുക്ക് തുടക്കം ഇതിന് വലിപ്പുള്ള പോലെ നാളേരങ്ങൾ ഇതിന് വലിപ്പമായിരുന്നു. നല്ല വലിപ്പമായിരുന്നു. എന്നിട്ട് അത് എന്താ പറയാ ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് കുറഞ്ഞു. പിന്നെ തെങ്ങുമ്പോൾ നാളേരെ വെറുതെ വീഴലായി. അപ്പോൾ നമുക്കറിയില്ല ഇത് എന്താണാവും ഇങ്ങനെ വെറുതെ വീണ് പോവാ. അപ്പം നമ്മൾ തെങ്ങ് കയറണമെന്ന ചേട്ടനോട് പറഞ്ഞേ എന്താണാവും നമ്മുടെ ഈ തെങ്ങുമത്തെ നാളികേരങ്ങൾ മുഴുവൻ അങ്ങനെ വീണ് പോകണ്ടല്ലോ എന്താണാവും. അപ്പോൾ ആൾ പറഞ്ഞു കേടായി വീണിട്ടുള്ള നാളികേരയില്ലേ അതൊരെണ്ണം വിടർത്തരുത്, ആ രീതിയിൽ പൊളിച്ചിട്ട് തെങ്ങുമ വെച്ച് കെട്ടാൻ പറഞ്ഞു. അങ്ങനെ വെച്ച് കെട്ടി. ഓരോ വിശ്വാസങ്ങൾ. പക്ഷെ അത് കെട്ടി കഴിഞ്ഞപ്പോൾ ഭയങ്കര മാറ്റം തന്നെ കേട്ടാ. പിന്നീട് വീണ്ടും നാളേരം പഴയ പോലെ വലുതായി തുടങ്ങിയില്ല ചേട്ടാ. അങ്ങനെ ഉണ്ടായേ. നല്ല ഭംഗിയുള്ള നാളേരായിരുന്നു. ആ ഭംഗി വന്നിട്ടില്ല ഇപ്പോഴും ഈ നാളേരത്തിന്. ഭയങ്കര രസമാണ് കാണാനും. നമ്മുടെ മറ്റുള്ള തെങ്ങുമേലത്തെ കരിക്ക് ഇത്ര ഭംഗിയില്ല. സാധാ നാളേരം പോലെയാ. ഒരു പ്രത്യേകതയൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒപ്പാ കുടിക്കുന്നത്. ഭയങ്കര മധുരം. നല്ല ദാഹം ഉണ്ടായിരുന്നു. വെള്ളം കുടിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ വെക്കാൻ തോന്നില്ല. നല്ല തരിപ്പ് നല്ല രസം കുടിക്കാൻ. ചായട്ട് പറഞ്ഞ പോലെ വയറ് നിറയൂട്ടാ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ കഴുമ്പും കൂടി നിന്നാ ഇനിയിപ്പോഴൊന്നും ഭക്ഷണം കഴിക്കണ്ട. ഇത് പറ്റുമോ ചേട്ടാ? ഞാൻ ടീസ്പൂൺ എടുക്കട്ടെ.
അപ്പം ഇനി ഉഷായിട്ട് ഇനി പണി സ്ഥലത്തേക്ക് കൂട്ടാൻ എനിക്ക് നാളേരം എന്താ പറയുക നാളേരം പട്ടയോ ഒക്കെ എൻ്റെ കൂടെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ഷായിട്ട് അടിയിൽ പോകുന്നത്. അല്ലെങ്കിൽ ഷായിട്ടിനെ അറിയാം ഞാൻ തന്നെ അത് ചെയ്യാൻ നിൽക്കുന്നു. അപ്പോൾ ഷായിട്ട് പണി സ്ഥലത്തേക്ക് പോകും. എനിക്ക് ഇനിയിപ്പോൾ നമ്മുടെ കോഴിക്കോടൊന്നും കഴിക്കിട്ടില്ല, അതൊക്കെ കഴുകണം. ഇനി അങ്ങനെ കുറച്ച് പണികൾ കൂടി ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളോടെ കൂടെ കുറച്ച് നേരം ഇരിക്കട്ടെ, കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമ്മുടെ കോഴിക്കോടൊക്കെ കഴുകാൻ പോകണുള്ളൂ കേട്ടാ. മെസ്സിക്കുട്ടാ, റൊണാൾഡോ, അഡോണാ, എൻ്റെ റൊണാൾഡോക്ക് എന്നിട്ട് പറയാല്ലേ പൊന്നുന്നെ. വാ നെയ്മറേ, ഒരാളോട് മിണ്ടിയാ ബാക്കിയുള്ളവർ ഇങ്ങനെ തിരിഞ്ഞു പോകും. 7 പേരോട് എങ്ങനെ മിണ്ടാൻ പറ്റുക? പിണക്കക്കാരാണ് ഇപ്പോൾ ഇവിടെ. ഇപ്പോൾ റൊണാൾഡോട് മിണ്ടപ്പോൾ എല്ലാവരും അങ്ങോട്ട് നീങ്ങി. ബോൾട്ട് മോൻ അവിടെ ഭയങ്കര കടിച്ചില്ല അല്ലൂര് കണ്ടിട്ട് കേട്ടോ. ഈ സൗണ്ട് കേൾക്കണതാ പറ്റിയാ. വാ ഫ്ലൈറ്റിന് വാ, ഇനി എൻ്റെ മോനോട് മിണ്ട. പിണക്കക്കാർ ഇങ്ങനെ ഫ്ലൈറ്റിന് പോകണേ. ഓരോരുത്തരും ഇങ്ങനെ തഴുകി കൊടുത്തിട്ട് വേണം ഇരിക്കാൻ. ബോൾട്ടേ, കല്യാണി ഓടി വായോ, വായോ കല്യാണി വാങ്ങിയതേ. റൊണാൾഡോനെ തൊട്ടു, എല്ലാവരും തൊട്ടു. ഇനി കല്യാണി ഉള്ളോ, വാ കല്യാണീനെ തൊട്ട് തരാം. അങ്ങനെ ഇപ്പം സുന്ദരിയായി. നമ്മുടെ കോഴിക്കോട് നമ്മുടെ കോഴിക്കോട് സിമെൻ്റ് ഇട്ടിട്ട് മഴവെള്ളം, അതായത് മഴവെള്ളം വീഴാവുന്ന രീതിയിലുള്ള ഭാഗമാണ് നമ്മൾ ദിവസവും കഴുകാട്ട. അല്ലാത്ത ഭാഗത്തൊക്കെ നമ്മൾ ഒരു മാസത്തിൽ ഈ ചിന്തൂരൊക്കെ ഇട്ടിട്ട് അങ്ങനെ വാരി വൃത്തിയാക്കി ചെയ്യുക. ഇതാകുമ്പോൾ ഇങ്ങനെ കഴുകുമ്പോൾ ഈ വെള്ളം നേരെ പോയിട്ട് ചാടുന്ന ഒരു കുഴിയുണ്ട്. അപ്പോൾ ആ കുഴിയിൽ നിന്നാണ് പിന്നെ നമ്മൾ ഈ വെള്ളമൊക്കെ എടുത്ത് ബാക്കി നമ്മുടെ പച്ചക്കറി തൈകൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാനും ഈ വെള്ളം എടുക്കൂട്ടാ. ഇനിയിപ്പോ ഇതാ ഭക്ഷണം കഴിക്കാനിരുന്നുട്ടാ. കരിക്ക് കഴിച്ചപ്പോഴേ ഭക്ഷണം വേണ്ടാന്ന് തോന്നി ആ സമയത്ത്. പിന്നെ വിശന്നു. ഇന്ന് കാണുമ്പോൾ അധികം കറികളൊന്നും ഇല്ല, പക്ഷെ ഇന്നലെ സൂപ്പർ ഫുഡായിരുന്നു കേട്ടാ. പിന്നെ ഇന്ന് കഴിച്ചു തുടങ്ങുമ്പോൾ അറിയാം ഇതാ രുചി എന്നുള്ളത്. ഇന്നലത്തെ ബാക്കി ഞാൻ രാവിലെ പറഞ്ഞില്ലേ, അല്ലാതെ ഇന്നലത്തെ ബാക്കിയാന്നുള്ളത്. അപ്പം അതിലെ കുട്ടികളൊക്കെ രാവിലെ അവര് ഭക്ഷണം കഴിച്ച് പിന്നെ അവർ പോയി. ഉച്ചയിലേക്ക് അവർ കഴിക്കാനില്ല. അപ്പം മീൻ കറി ബാക്കിയുണ്ട്. അപ്പം പിന്നെ അത് കൂട്ടി കഴിക്കാന്ന് വെച്ചാൽ ഞങ്ങള്. പിന്നെ നമ്മുടെ ചാമ്പക്കായ ഉപ്പിലിട്ടത് കടിക്കുമ്പോൾ ഞാൻ എല്ലാവരോടും പറയട്ടെ കുറേശ്ശെ കടിച്ചോളൂട്ടാ. അല്ല തരിയേറേ എനിക്ക് പേടിയാ ചാമ്പക്കായ ഇപ്പൊ എല്ലാവരും എടുത്ത് തിന്നണുമ്പോ.
പതുക്കെ പതുക്കെ നമുക്ക് രാവിലെ പറഞ്ഞില്ലേ പതുക്കെ പതുക്കെ കഴിക്കണം. ഈ മീൻ കറിയില്ലേ ശരിക്കും ഇന്നലെ കഴിക്കണേലും ഭയങ്കര രുചി ഇപ്പോഴാട്ടാ ശരിക്കും. ഈ ഒരെണ്ണം മതി നമുക്ക് കഴിക്കാൻ ചോറിനാനായിട്ട്. ഞാൻ എന്തെങ്കിലും ഒരു ഉപ്പേരി വെക്കാൻ വെച്ചു ഉച്ചയിലേക്ക്. പിന്നെ രാവിലെ പറമ്പേ പോയിട്ട് എന്തെങ്കിലും പൊട്ടിക്കാന്ന് വിചാരിച്ച പിന്നെ മഴ പെയ്തു പിന്നെ പൊട്ടിച്ചൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഇങ്ങനെ ആവട്ടെ എന്ന് വെച്ചു. പിന്നെ സ്മിതയ്ക്ക് നല്ല പണിയും കിട്ടിയല്ലോ. അപ്പൊ അത് കാരണം വേണ്ടാന്ന് വെച്ചു. നമ്മുടെ ഈ കുട്ടിപ്പട്ടാണങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. ചില ദിവസം നല്ല കുട്ടികളെയൊക്കെ കിട്ടി കഴിക്കും, ചില ദിവസം ഒരു മടിയാണ്. നമ്മൾ ഇങ്ങനെ നിൽക്കണം പിന്നാലെ കഴിക്കന്ന് പറഞ്ഞിട്ട്. മാമുണ്ട് ഇനി നമുക്ക് ഹായ് പറയാനുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല കേട്ടോ, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ വന്ന ഒരു കമൻറ്റിനാണ്. അതായത് 2-3 പേര് ചോദിച്ചൊരു കാര്യമായിരുന്നു. ഞാൻ നമ്മുടെ സ്കാനിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കുറേ എന്താ പറയുക ഒരു 3-4 കമൻറ്റ് വന്നു എനിക്ക്. എന്തിനാണ് പേഴ്സണലായ ഒരു കാര്യമില്ല സ്മിത, അത് എന്തിനാണ് പറഞ്ഞതെന്നുള്ളത്. പക്ഷെ അത് പക്ഷേ അവർക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഓപ്പണായിട്ട് പറയണമെന്ന് ചോദിച്ചത്. പക്ഷെ ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ റിലേറ്റീവ്സിൻ്റെ ഇത് വന്ന കാരണമാണ് ഞാനിങ്ങനെ ഒന്ന് ചെക്ക് ചെയ്തത്. അപ്പോൾ അതേപോലെ തന്നെ ഞാനിങ്ങനെ ഒന്ന് പോയി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതൊക്കെ ഒരു ടൈം എത്തുമ്പോൾ ചെക്ക് ചെയ്യണം എന്നുള്ളത്. പക്ഷെ നമ്മുടെ മൈൻഡിൽ അതങ്ങനെ പോയിന്ന് വരില്ല. പക്ഷെ ഒരാളിങ്ങനെ ചെക്ക് ചെയ്തെന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും ചെയ്യാമല്ലോ എന്ന്. അപ്പം അത്രയും മറ്റുള്ളവർക്കൊരു ആ ഒരു ഓർമ്മ കൊടുക്കാൻ പറ്റിയെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാനത് പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, ചിലപ്പോൾ എനിക്ക് അത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ അപ്പോഴും ഞാനിത് അറിയിക്കണമല്ലോ. സൈറ, ഹായ് സൈറ. ജൂലി തോമസ്, ഹായ് ജൂലി. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.